കുഞ്ഞൂട്ടന്റെ മുകളിൽ ഒരു 916 വെച്ചിരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേര്, തങ്കം പോലത്തെ ഒരു 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 കുഞ്ഞൂട്ടൻ. ആ കുഞ്ഞൂട്ടന്റെ ജീവിതം പറയുന്നൊരു സിനിമ. അതിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അതേ കുറെ കഥാപാത്രങ്ങൾ വരുന്നതും അതിൽ നിന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഒക്കെ തന്നെയാണ് സാധാരണ നമ്മൾ എല്ലാ ഇന്റർവ്യൂകളിലും ഒക്കെ പറയുന്ന പോലെ തന്നെ അതാണ് സിനിമ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് വീണ്ടും ക്ലീഷയാണെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക. പക്ഷേ അത് നമുക്ക് പറയേണ്ടി വരും. പിന്നെ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറേ സിനിമകൾ ചെയ്തതിനകത്തുനിന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് ഒന്ന് മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞത്. ഇനിയും കൂടുതലായിട്ട് പറയണോ? അല്ല, ഈ ക്യാരക്ടർ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പൊ 916 എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഗോൾഡിന്റെ പ്യൂരിറ്റി, ആ ക്യാരക്ടറിന്റെ ഒരു പ്യൂരിറ്റി, അപ്പൊ ആ സ്പെഷ്യാലിറ്റി, അപ്പൊ അതൊക്കെ ഒത്തിണങ്ങിയ ഒരു കഥാപാത്രമാണ് കുഞ്ഞൂട്ടൻ്റെ. അതാണ് ചേട്ടൻ പറഞ്ഞത് ഇതുവരെ ചെയ്തതിൽ നിന്ന് ചേട്ടന് സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ ആണെന്നുള്ളത്. അത് 100% ചേട്ടൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും. ശരിക്കും 916 എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിലാണെങ്കിലും ഭയങ്കര ഒരു പ്യൂരിറ്റി ഉള്ള ഒരു സീക്രട്ട് ഉണ്ട്. എന്താ? ഇവന് 2 നായികമാരുണ്ട്. 2 നായികമാരും വേറെയും ഉണ്ട്. ഒരുപാട് നല്ല രസമുള്ള ഫീമെയിൽ കഥാപാത്രങ്ങളൊക്കെ. ഒരു ചെറിയൊരു ഗജേന്ദ്രനായിരിക്കും. അല്ല, ഞാനിവിടെ ചിരിച്ചു തള്ളുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടാതിരിക്കുന്ന അല്ല, ഒരു നായിക തന്നെയാണല്ലോ ഇരുന്നിട്ട് ഇതേപ്പറ്റി പറയണത്. പറഞ്ഞോളൂ. ഞങ്ങളുടെ വിഷമമുണ്ടാ? ഞാൻ വരണ്ട ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ചേട്ടന്റെ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയായിട്ട് സൂപ്പർ ഗെറ്റപ്പിൽ വന്ന് നിങ്ങൾ കണ്ടു കാണും. ഫസ്റ്റ് ലുക്കിലുണ്ട്. എനിക്ക് മെസ്സേജ് കിട്ടും, ചേട്ടാ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നേക്കണ്. കിടങ്ങിയിട്ടുണ്ടല്ലോ, ആരെങ്കിലും കിട്ടിയില്ല. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. റിപ്ലൈ ഒന്നുമില്ലല്ലോ. അല്ല, ഫൗസ്റ്റീനയുടെ ഇൻസ്റ്റ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തളർന്നിരിക്കുന്നവൻ ചാടി കളിക്കും. വെരുക്ക് ചാടുന്ന പോലെ കിടന്ന് ചാടുന്നത്. ഇപ്പൊ പാട്ട് സീനിലൊക്കെ നായികയൊക്കെ ചെയ്തിട്ട് 4 ഇരട്ടി അത് കാശ് നോക്കാണ്ടാണ് ഡാൻസ് ചെയ്യുന്നത്. സത്യം പറയട്ടെ, ഞാൻ 2x ഇടും. ആണോ? ചുമ്മാ പറഞ്ഞ സ്പീഡാക്കും അല്ലേ? ചുമ്മാ പറഞ്ഞ അല്ലേ? ഞങ്ങളുടെ പടം അതുപോലെ 2x പോകുന്നൊരു പടമായിരിക്കും കേട്ടോ. പടപടപടപടേന്ന് പെട്ടെന്ന് പോകും. അങ്ങനെ മീൻസ് ലൈക്ക് അത്രയും നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മൂവി തന്നെ ആയിരിക്കും എന്ന് പറയായിരുന്നു. മനസ്സിലായിട്ടില്ല? അതെ. എന്തായാലും നമ്മള് പോയി കാണണം. ശരിക്കും ഇപ്പൊ നിങ്ങൾ 3 പേര് ഇരിക്കുമ്പോണ്ടല്ലേ, ഇപ്പം ഈ ഒരു ജെനുവിനിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഈ 3 പേരെയും എനിക്ക് ഇപ്പൊ ടിനിച്ചേട്ടനെനിക്ക് കുറച്ചും കൂടെ 3 പേര് ഇന്റർവ്യൂ എടുത്തോണ്ട് അറിയാം. ഭയങ്കര ജെനുവിൻ ആയിട്ട് സംസാരിക്കണ 3 പേരാണ് നിങ്ങൾ. ശരിക്കും ഇപ്പൊ സെറ്റിൽ നമുക്ക് കുറെ 916 ആളുകളെ കാണാൻ പറ്റും, മുദ്ര കുത്താൻ പറ്റിയ. അത് ഞങ്ങളുടെ സെറ്റിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം ടിനിച്ചേട്ടൻ, പക്രു ചേട്ടൻ, നോബി ചേട്ടൻ, ഷാജു ശ്രീധർ, പിന്നെ വിനോദിവാരി ഉണ്ട്, കോട്ടയം രമേശ് ഉണ്ട്, പിന്നെ ഒത്തിരി നല്ല ഫീമെയിൽ ക്യാരക്ടേഴ്സ് നീയ ഉണ്ട്. അപ്പൊ സെറ്റ് ഭയങ്കര രസമാണ്, ഭയങ്കര ലൈവ്ലിയാണ്. നമുക്കിപ്പം വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് സംസാരിച്ച് തമാശ പറഞ്ഞ് സീനൊക്കെ ആണെങ്കിലും നമ്മുടെ മൂവിയെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഇംപ്രവൈസ് ചെയ്ത് അങ്ങനെയൊക്കെ പോയ ഒരു ഭയങ്കര ഗുഡ് മെമ്മറി ഉള്ള ഒരു ലൊക്കേഷൻ. അത് അങ്ങനെ തന്നെയാണ്. കൊടുങ്ങല്ലൂരാണ് നമുക്ക് ലൊക്കേഷൻ. ഈ 2 ആങ്കർമാരായതുകൊണ്ടേ നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞിരിക്കാം. അവരെ സംസാരിക്കട്ടെ. അവരെ ഏറ്റുമുട്ടി തീപ്പൊരി ചെതറട്ടെ. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് പറക്കിയെടുക്കാം.